ആണവ പദ്ധതികളുടെ പേരിൽ ഇറാനുമേൽ ഐക്യരാഷ്ട്രസഭ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ലോകശക്തികൾ 2015 ഒപ്പുവെച്ച സുപ്രധാനമായ ഇറാൻ ആണവ കരാർ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉപരോധം പുനരാരംഭിച്ചത്. ആണവ ബോംബ് വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ഈ കരാറിൽ നിന്നുള്ള വ്യതിചലനമാണ് വീണ്ടും ഉപരോധത്തിന് വഴി തെളിയിച്ചത്. ഈ നീക്കം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. ഉപരോധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഉപരോധം ആകാശം ഇടിഞ്ഞു വീഴൽ അല്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകി. വിദേശ സമ്മർദ്ദങ്ങളെ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ തങ്ങളുടെ സമാധാനപരമായ ആണവ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ഇറാന്റെ ആണവോർജ പദ്ധതികളുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമിയെയും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പുനരാരംഭിച്ച ഉപരോധങ്ങളുടെ കാതൽ സ്നാപ്പ് ബാക്ക് മെക്കാസിനാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഈ നിർണായക നടപടി പ്രഖ്യാപിച്ചത്. 2015 JCPOA കരാർ രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണ് സ്നാപ്പ് ബാക്ക്. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ ലംഘിച്ചെന്ന് ഏതെങ്കിലും പങ്കാളി രാജ്യം ആരോപിച്ചാൽ UN സുരക്ഷാ കൗൺസിലിൽ പുതിയ പ്രമേയം അവതരിപ്പിക്കുകയോ വോട്ട് ചെയ്യുകയോ ഇല്ലാതെ തന്നെ മുൻപ് എടുത്തു കളഞ്ഞ എല്ലാ UN ഉപരോധങ്ങളും സ്വയം വീണ്ടും നിലവിൽ വരും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് സാധാരണഗതിയിലെ UN പ്രമേയങ്ങളെ വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ സ്നാപ്പ് ബാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ വീറ്റോ പ്രൂഫ് ആയിട്ടാണ്. അതായത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒറ്റയ്ക്ക് ഈ ഉപരോധത്തെ തടയാൻ സാധിക്കില്ല. ഇത് ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കത്തിന് അന്താരാഷ്ട്ര നിയമത്തിന്റെ പിൻബലം ഉറപ്പാക്കി. ഇറാനെതിരെ പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ഞായറാഴ്ചയോടെയാണ് വീണ്ടും നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരിക്കാത്തതും അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്തതുമാണ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും സാരമായി ബാധിക്കും. ഉപരോധ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ കറൻസിയായ റിയാൽ തകർന്നടിഞ്ഞു. US ഡോളറിനെതിരെ 11,23,000 എന്ന നിലയിലേക്കാണ് റിയാലിന്റെ മൂല്യമിടുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തെ സാധാരണ ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉപരോധം രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം നേരിടേണ്ടി വരുമ്പോൾ പകരം ഇറാനിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ വാങ്ങണമെന്ന നിലപാട് ഇന്ത്യ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ പുതിയ UN ഉപരോധത്തോടെ ഈ സാധ്യത പൂർണ്ണമായും തടയപ്പെടും. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതകളെയും എണ്ണ ഇറക്കുമതി പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നുണ്ട്. റഷ്യ, ഇറാൻ, വെനസ്വേല എന്നീ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഒരേ സമയം ഉപരോധത്തിലാകുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. എണ്ണ വിതരണത്തിൽ കുറവുണ്ടാകുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥകളെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധത്തോടുള്ള പ്രതിഷേധത്തിന്റെ ആദ്യ പടി എന്നോണം ഇറാൻ ചില നിർണായക നീക്കങ്ങൾ ആരംഭിച്ചു. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രതിനിധികളെ ടെഹ്റാൻ തിരിച്ചു വിളിച്ചു. ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഉപരോധ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഇറാൻ തീരുമാനിച്ചു. നിലവിലുള്ള ആണവ കേന്ദ്രങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തു. ഇറാന്റെ തന്ത്രപ്രധാനമായ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റായ നതാൻസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം നതാൻസിലേക്ക് വലിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിന്റെ സൂചനകളുണ്ട്. നിലവിലുള്ള കെട്ടിടത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണവും നടക്കുന്നു. ഭൂമിക്കടിയിലേക്ക് വളരെയധികം ആഴത്തിൽ കുഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചിരുന്നത്. കഴിഞ്ഞ ജൂണിലെ സംഘർഷത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇവിടെ ആക്രമണം നടത്തിയിരുന്നു. US സൈന്യം ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിച്ച മറ്റൊരു പ്രധാന കേന്ദ്രമാണ് ഫോർഡോ. പർവ്വതങ്ങൾക്കിടയിൽ അതീവ സുരക്ഷിതമായാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ആക്രമണത്തിൽ പുറമേക്ക് സംഭവിച്ച നാശങ്ങളെല്ലാം ഇറാൻ മറച്ചു കഴിഞ്ഞു. മുൻപ് ദൃശ്യമായിരുന്ന 6 വലിയ ഗർത്തങ്ങൾ സെപ്റ്റംബർ 23 ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാനില്ല. എന്നിരുന്നാലും തുരങ്കങ്ങളിലേക്കുള്ള കവാടങ്ങൾ ഇപ്പോഴും അടച്ചു വച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ഇറാൻ അതിവേഗത്തിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങിയതെന്നും വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നത് ലോകത്തിന് തന്നെ
ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിവയുടെ എല്ലാം സംരക്ഷകർ ഇറാൻ ആണെന്നും ഇറാൻ ഒരു ഭീകര കേന്ദ്രമാണെന്നും നെതന്യാഹു ആരോപിച്ചു. ഇറാനിലെ സർക്കാരിനെ പുറത്താക്കാൻ അവിടുത്തെ പൗരന്മാർ തയ്യാറാകണമെന്നും എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്നും അദ്ദേഹം UN-ൽ ആവശ്യപ്പെട്ടു. നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം വിദേശ പ്രതിനിധികളും പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോയത് ശ്രദ്ധേയമായി. അദ്ദേഹത്തിന് മുന്നിൽ കാലി കസേരകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇത് നെതന്യാഹുവിന്റെ നിലപാടുകളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭിന്നമായ കാഴ്ചപ്പാടാണ് തുറന്നു കാട്ടിയത്. ഇറാനെതിരെയുള്ള UN ഉപരോധം, പശ്ചിമേഷ്യൻ രാഷ്ട്രീയം, ആണവ സുരക്ഷ, ആഗോള ഊർജ്ജ വിപണി, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഒരു ബഹുമുഖ പ്രതിസന്ധിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഉപരോധത്തെ മറികടക്കാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ള ഇറാന്റെ തീരുമാനം മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും ലോകരാഷ്ട്രങ്ങളെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ഈ നീക്കങ്ങളുടെ എല്ലാം ഫലമായി ലോകത്തിന്റെ വാതിലുകൾ തങ്ങൾക്ക് മുന്നിൽ അടയ്ക്കുകയാണെങ്കിലും ഭീഷണിക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. എണ്ണവില വർധനവും സംഘർഷ സാധ്യതയും വർദ്ധിപ്പിക്കുന്ന ഈ പ്രതിസന്ധിക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാകുക എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്.